ഹായ് ഓൾ, എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ശനിയാഴ്ച ദിവസമാണ്. അപ്പോൾ ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ ക്ലാസ്സൊന്നുമില്ല കുട്ടികൾക്ക്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ടാണ് നമ്മൾ നീറ്റത്. പിന്നെ അവിടുന്ന് അങ്ങനെ കുട്ടികളും കുറച്ച് ഇങ്ങനെ നമ്മളങ്ങനെയാണല്ലോ, ക്ലാസ്സൊന്നും ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് തിരക്കൊന്നും ഇല്ലെങ്കിൽ നമ്മളങ്ങനെ ഇങ്ങനെ സ്ലോ ആവും. അപ്പോൾ എന്നാലും നമ്മുടെ ചായപ്പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചായക്ക് ഇന്ന് ദോശയും കറിയൊക്കെ ആയിരുന്നു. അപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് പിന്നെ അങ്ങനെ കുറേ നേരം കുട്ടികളുടെ കൂടെ അങ്ങനെ ഇരുന്നു, ടി വി കണ്ടു. അതുപോലെ കുറേ നേരം ഫോണിലും അങ്ങനെ നോക്കിയിരുന്നു. അപ്പോൾ രണ്ടാളും ഉണ്ടായിരുന്നു അന്ന് വീട്ടിൽ. കണ്ണനാണെങ്കിൽ ഇന്ന് ട്യൂഷനും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ അവിടെ നിന്ന് നോക്കുമ്പോൾ സമയം ഒരു 12:30 ആയിരിക്കണം. അപ്പോൾ പിന്നെ നമുക്ക് സമയമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അടുത്ത ഉച്ചത്തേക്കുള്ള പരിപാടി നോക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ മീൻ മേടിക്കാറില്ല. മീൻകാരൊക്കെ പോയിരിക്കണം കേട്ടോ. നമ്മൾ ആ വർത്തമാനത്തിൻ്റെ ഇടയിലും ബഹളത്തിൻ്റെ ഇടയിലും ടി വിയുടെ സൗണ്ടും ഒക്കെ കൂടിയിട്ട് വന്നതൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും കറി വയ്ക്കാൻ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ആളോട് വിളിച്ചിട്ട്, ആൾ കടയിലുണ്ടായിരുന്നു. അപ്പോൾ കടയിൽ നിന്ന് വിളിച്ചപ്പോൾ ആൾ മീൻ കൊടുന്നതാണ്. അപ്പോൾ മത്തിയാണ് കൊടുന്ന മീൻ. അതാണെങ്കിൽ ചെറിയ മീനാണ്. അപ്പോൾ കുറച്ചധികം സമയമൊക്കെ വേണം നന്നാക്കാൻ. അപ്പോൾ നമുക്ക് കുറേ ഉണ്ടായിരുന്നു ഇത് മത്തി കിട്ടിയിട്ട്. വേറെ ഓരോ മീനൊക്കെ കിട്ടും, മത്തി കുറേ ആയി. അപ്പോൾ പിന്നെ നല്ല ഫ്രഷ് മീനാണ്. അപ്പോൾ പിന്നെ ആൾ കണ്ടപ്പോൾ മേടിച്ചതാവും. നേരം വൈകിയതാണ്, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ വടക്കോർത്ത് ഇരുന്ന് നന്നാക്കി. അതാകുമ്പോൾ നല്ല കാറ്റും വെളിച്ചവും കിട്ടും. അപ്പോൾ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വടക്കോർത്ത് സ്റ്റെപ്പിൻ്റെ അവിടെ ഇരുന്നിട്ട് ഞാൻ അങ്ങനെ മീനൊക്കെ നന്നാക്കുകയാണ്. സാധാരണയാണെന്നുണ്ടെങ്കിൽ വേറെ വല്ല മീനൊക്കെ നുറുക്ക് മീൻ, കഷ്ണം, അങ്ങനെ വേറെ എന്തെങ്കിലുമൊക്കെ മീനാണെന്നുണ്ടെങ്കിൽ ഞാനവിടെ കൊട്ടത്തള്ളത്തിൽ നിന്നിട്ട് അങ്ങോട്ട് നന്നാക്കി പെട്ടെന്ന് ചടപടയച്ചിട്ട് പോകട്ടോ. ഇതിപ്പോൾ എന്തായാലും അങ്ങനെ പറ്റില്ല. അപ്പോൾ ഞാനവിടെ ഇങ്ങനെ വിശാലമായിട്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ മീനൊക്കെ നന്നാക്കുന്നുണ്ട്. പിന്നെ ഉച്ചത്തേക്ക് ഇന്നിപ്പോൾ നമ്മൾ ചായ കുടിച്ചിട്ട് അധികമൊന്നും നേരാവാത്തതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. അങ്ങനെയൊക്കെയാണ്. പിന്നെ നമ്മൾ മീൻ നന്നാക്കാനിരുന്നപ്പോൾ ഒരു പൂച്ച വന്നിട്ടുണ്ട് കേട്ടോ. അത് വേറെ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ഒരു പരിസരത്തെ അങ്ങനെ ഒരു പൂച്ചേനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ മീൻ അങ്ങോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഇവർ എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയില്ല. അതുവരെ കാണാത്തത് ഇവർ അവിടെ എത്തും. അപ്പോൾ ഞാനും വിചാരിക്കും ഇതിപ്പോൾ ഇതുവരെ എവിടെ ഇരുന്നു എന്നിട്ടോ. കാരണം ഇവർക്ക് എത്ര പെട്ടെന്നാണ് അത് അറിയാൻ പറ്റണമെന്ന് ഞാൻ ഇങ്ങനെ വിചാരിക്കുക. ആളിതാ വന്നപ്പോൾ പിന്നെ കുറേ നേരം, സാധാരണ നമ്മൾ മീനൊക്കെ നന്നാക്കിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ തെങ്ങിൻ്റെ കടക്കിൽ അങ്ങനെ കുഴിച്ചിടുകയാണ് ചെയ്യാറ്. അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഇടാറില്ല. എപ്പോഴും നമ്മൾ കുഴിച്ചിടും കേട്ടോ. അങ്ങനെ വേറെ വല്ല ഇതൊക്കെ എടുത്ത് കഴിക്കണ്ട, കൊത്തിക്കൊണ്ടുപോയിട്ട് അവിടെ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനെ കുഴിച്ച് മൂടുക ചെയ്യുക. പക്ഷേ ഞാനിപ്പോൾ പൂച്ചേനെ കണ്ടപ്പോൾ പാവം, അത് ഞാൻ നന്നാക്കണ വരെ ഇരുന്ന് നോക്കി മുന്നിൽ. അപ്പോൾ പിന്നെ നമ്മൾ പാവല്ലേ, അതിനിപ്പോൾ അതിൻ്റെ കണ്ണിൻ്റെ മുന്നിൽ കുഴിച്ചിടണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ കൊണ്ടുപോയിട്ട് കേട്ടോ. അപ്പോൾ ഇട്ടപ്പോൾ മറ്റുള്ള നല്ല ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. ബാക്കിയാക്കി പോയി. അപ്പോൾ ഞാൻ പിന്നെ അതങ്ങനെ മൂടിയിട്ടു. പിന്നെ നമ്മളിതാ ഇന്നിപ്പോൾ നമ്മൾ ചോറിന് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ കറികൾ അങ്ങനെ പേരുകൾ അങ്ങനെയൊന്നുമില്ല. ഇന്നിപ്പോൾ മൊത്തത്തിൽ നേരം വൈകിയല്ലോ. അപ്പോൾ ആ സ്ഥിതിക്ക് നമ്മുടെ ഒരു മീൻ കറിയും മീനും വറുക്കുക എന്ന് വിചാരിച്ചിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ഇതാ മാങ്ങ ഉണ്ട്. എനിക്കാണെങ്കിൽ ഈ മത്തി മുളകിട്ട് വെക്കുന്നതാണ് ഇഷ്ടം. മുളകിട്ട് വെച്ചാൽ ഇങ്ങനെ കുറുക്കി വെക്കുമ്പോൾ അതൊരു രസമാണ്. അപ്പോൾ നമുക്കാണെങ്കിൽ മാങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മാങ്ങയുടെ സീസണാണല്ലോ. അപ്പോൾ പിന്നെ ആൾ വരുമ്പോഴും മാങ്ങ കൊണ്ടുവരും. പിന്നെ അടുത്ത കിട്ടുന്ന മാങ്ങ ഒക്കെ കിട്ടി. അപ്പോൾ അങ്ങനെ മാങ്ങ ഒക്കെ കിട്ടാറുണ്ട്. ഇത് കുറച്ച് മുന്നേ നമുക്ക് കിട്ടിയ മാങ്ങയാണ്. പക്ഷേ ഞാനത് എടുക്കാൻ അതിൻ്റെ മുന്നത്തെയൊക്കെ ഉള്ള എടുത്തത് കാരണം ഇതൊന്നും ഇത്തിരി കളറ് മാറിയിട്ടാണ്. പക്ഷേ എന്നാലും അത് കറിയിലിട്ടാൽ നല്ല ടേസ്റ്റാണ്. എനിക്കാണെങ്കിൽ കറിയിലിട്ട മാങ്ങയ്ക്ക് ഒരു പ്രത്യേക ഇഷ്ടമാണ്. അങ്ങനെ കഴിക്കാനും ഇഷ്ടമാണ്. അപ്പോൾ ഞാനങ്ങനെ കുറച്ച് അധികം മാങ്ങ ഒക്കെ എടുത്തിട്ടുണ്ട്. മാങ്ങ ഞാനും അങ്ങനെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ മാങ്ങ കുറച്ചധികമൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് പുളി ഒക്കെ പിഴിഞ്ഞിട്ട് തക്കാളിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു മുളക് കറി ആണ് ഉണ്ടാക്കുന്നത്. പിന്നെ മീനും വറുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ക്ലാസ്സൊന്നുമില്ല. കുട്ടികൾക്ക് ക്ലാസ്സുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ ഉപ്പേരികൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സൈഡ് വേണം. അങ്ങനെ സോയാബീൻ അങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഉപ്പേരി അങ്ങനെയൊന്നുമില്ല. ഒരു കറിയും ഒരു കുറച്ച് മീനൊക്കെ ഉണ്ട് വറുത്തിട്ടുള്ളൊരു കറി അങ്ങനെ വയ്ക്കാനാണ് ഉദ്ദേശിച്ചത്. നേരം വൈകി, ഇരുന്നാൽ നേരം വൈകും. പിന്നെ ഇവിടെ ഇപ്പോൾ ചായ കുടിച്ചിട്ട് അധികം സമയമായിട്ടില്ലല്ലോ. പിന്നെ ആളൊക്കെ ഫുഡ് കഴിക്കാൻ വരുന്ന ടൈം പറയുമ്പോൾ 3:15.
ഇവിടെ അച്ഛനും ഒക്കെ 3:15 കഴിക്കുക. അപ്പോൾ അതുകൊണ്ട് സമയമുണ്ട്. അപ്പോൾ കുഴപ്പമില്ല. അങ്ങനെ കുട്ടികളാണെങ്കിൽ കളിക്കാനും പോയി. അപ്പോൾ അങ്ങനെ നമ്മൾ കറി വയ്ക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ ചട്ടി കേട്ടോ. ഇത് ഞാൻ പുതിയതായിട്ട് മേടിച്ചൊരു ചട്ടിയാണ്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ വല്ലാതെ നമ്മൾ തേങ്ങ ഒക്കെ അരച്ചിട്ടാണെങ്കിലും അതുപോലെ വറുത്തരച്ചിട്ടൊക്കെ കറി വയ്ക്കുകയാണെങ്കിൽ ഇതിലധികം വയ്ക്കുന്ന സമയത്ത് അതിങ്ങനെ തിളച്ച് പോവും. അപ്പോൾ അങ്ങനെ നമുക്ക് വയ്ക്കാൻ പറ്റില്ല. ഇത് മുളകിട്ട കറി കുറുക്കി കറിക്കൊക്കെ പറ്റിയിട്ടുള്ള ചട്ടിയാണ്. അപ്പോൾ ഇതിന് കുറേ ആയിട്ടുണ്ടായിരുന്നു എടുത്തിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ അതിലാണ് വെക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ അടുപ്പത്താണെങ്കിൽ അത് അങ്ങോട്ട് വെക്കാനും പറ്റില്ല. അത് വട്ടം അങ്ങോട്ട് സെറ്റായിട്ടിരിക്കില്ല. ഒന്ന് കുറച്ച് വലിയ വട്ടം പിന്നെ അതിൻ്റെ ചെറുതുമാണ്. പക്ഷെ ആ ചെറുതിലും ഇത് അങ്ങോട്ട് നല്ല താന്നിരിക്കുക. അപ്പോൾ പിന്നെ ഞാൻ അടുപ്പത്തല്ല വയ്ക്കണം, പിന്നെ ഗ്യാസിൻ്റെ മേലെ വയ്ക്കാമെന്ന് അങ്ങനെ വിചാരിച്ചു. അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു അല്ലേ വീഡിയോസിലൊക്കെ വന്നിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാനൊക്കെ അടുത്ത വീഡിയോയിൽ ഓരോന്ന് പറയാം. കുറച്ച് സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, 1-2 കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഇനി വരുന്ന വീഡിയോസിൽ ഞാനതൊക്കെ പറയട്ടോ. ഇത് നമ്മുടെ ഒരു ദോശക്കല്ലാണ്. ഇത് കുറച്ച് മുന്നേ ഉള്ളതാണ്. നമ്മൾ പഴയ വീട്ടിലൊക്കെ ആയിരുന്ന സമയത്ത് മേടിച്ചതാണ് ദോശക്കല്ല് കേട്ടോ. ഇതിൻ്റെ ചെറുതുണ്ട്. ചെറുതിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ദോശയൊക്കെ ചുടാറുണ്ട്, ഇപ്പോഴും ചുടാറുണ്ട്. അടുപ്പത്തൊക്കെ വെച്ചിട്ട് നമ്മളത് പച്ചരി കൊണ്ട് അരച്ചിട്ട് രാവിലെ തന്നെ അങ്ങോട്ട് അരച്ചെടുത്തിട്ട് പെട്ടെന്ന് ചുട്ടെടുക്കാൻ പറ്റിയ അടിപൊളി ദോശക്കല്ലാണ് കേട്ടോ ഇതിൻ്റെ ചെറുത്. അപ്പോൾ ഞാനത് എപ്പോഴും ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട്. പിന്നെ അതിൻ്റെ വലുതാണിത്. ഇത് ഞാൻ പഴയ വീട്ടിലുള്ളപ്പോൾ മേടിച്ചതാണ്. പക്ഷേ ഇതിൽ ഞാൻ ദോശക്കല്ലൊക്കെ നന്നായി മയക്കൊക്കെ ചെയ്തു. പക്ഷേ എന്താണെന്നറിയില്ല, എപ്പോൾ ദോശ ചുട്ടാലും ശരിയാവില്ല. അങ്ങനെ ഒന്നെങ്കിൽ കരിഞ്ഞ് പോകും, അടി ചിലപ്പോൾ കിട്ടില്ല, മറച്ചിടാനും പറ്റില്ല, കരിയും. അങ്ങനെ തീരെ ഇതൊന്നും കിട്ടില്ല, പാത്രത്തിൽ നിന്ന് അങ്ങോട്ട് വേറിട്ടിട്ട് പോരില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ എടുക്കാറില്ല. കുറേ ആയിട്ട് തീരെ ഇതിലുണ്ടാക്കിയിട്ടില്ല. ദോശ ഇതിൽ തീരെ കിട്ടാറില്ല. അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളെ വീടിൻ്റെ അടുത്തൊരു താത്ത പറഞ്ഞ്, നമ്മളെപ്പോഴും ദോശ കല്ലിലുണ്ടാക്കുമ്പോൾ എടുത്ത് വെക്കുമ്പോൾ അതിൽ കുറച്ച് എണ്ണയൊക്കെ പുരട്ടിയിട്ട് വെക്കുകയാണെങ്കിൽ പിന്നെ ഉപയോഗിക്കുമ്പോൾ കിട്ടും. പിന്നെ അതുപോലെ നമ്മുടെ ഓംലെറ്റൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒക്കെ പെട്ടെന്ന് ഇതായി കിട്ടുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അതേപോലെ ഒന്ന് ചെയ്ത് നോക്കി. കുറച്ച് നല്ല എണ്ണയൊക്കെ പുരട്ടി കുറേ നേരമൊക്കെ വെച്ച് പിന്നെ ഒന്ന് കഴുകി അങ്ങനെ 2-3 പ്രാവശ്യമൊക്കെ ചെയ്ത് പിന്നെ നമ്മൾ ഓംലെറ്റൊക്കെ ഉണ്ടാക്കി അങ്ങനെയൊക്കെ ചെയ്ത് പിന്നെ അതിന് ശേഷം ഞാൻ ഇതുപോലെ ഈ ദോശക്കല്ലിൽ ഞാനൊന്ന് ഉണ്ടാക്കി നോക്കുമ്പോൾ എനിക്ക് ദോശ ശരിയായിട്ടാണ്. അപ്പോൾ ഇതുപോലെ നമ്മുടെ പാത്രങ്ങളൊക്കെ ഇതുപോലെ മൂലയിൽ ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക, ശരിയായി കിട്ടും കേട്ടോ. ഒന്നല്ലെങ്കിൽ എണ്ണയൊക്കെ പുരട്ടുക, കുറച്ച് നേരം വെയിലത്ത് വെക്കുക, 1-2 പ്രാവശ്യമൊക്കെ അങ്ങനെ ചെയ്യുക. പിന്നെ അതിന് ശേഷം നമ്മൾ ഒരു ഓംലെറ്റൊക്കെ ഉണ്ടാക്കി നോക്കുക, അല്ലെങ്കിൽ കുത്തിപ്പൊരി ഒക്കെ ഉണ്ടാക്കുക, അല്ലെങ്കിൽ പിന്നെ നമ്മൾ സവാളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇങ്ങനെയൊക്കെ ചെയ്ത് തന്നെ പിന്നെ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം വീണ്ടും എണ്ണ പുരട്ടി വെക്കുക. പിന്നെ എടുത്ത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ശരിക്കും റെഡിയായി കിട്ടും കേട്ടോ. എനിക്ക് അങ്ങനെയാണ്. അതിൻ്റെ ദോശക്കല്ലൊക്കെ ഞാൻ അങ്ങനെ ശരിയായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറികളൊക്കെ ആയി. അപ്പോൾ നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിക്കട്ടെ. കുട്ടികളാരും വന്നിട്ടില്ല. അപ്പോൾ ഞാൻ എന്തായാലും അങ്ങോട്ട് കഴിക്കുകയാണ്. നമ്മുടെ മത്തി കറിയും മത്തി വറുത്തതും എല്ലാം കൂട്ടിയിട്ട് നമ്മളങ്ങനെ കഴിക്കുകയാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ മാങ്ങയൊക്കെയാണ് കൂടുതൽ. മാങ്ങയൊക്കെ ഇങ്ങനെ ചോറിൽ കുഴച്ച് ഒക്കെ കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബായ്.